ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബേസുകളെ പരിചയപ്പെടുത്താനാണ് കേട്ടോ. പ്രീമിയം ക്വാളിറ്റി ബേസുകളാണ് ഇതെല്ലാം. അപ്പൊ നിങ്ങൾക്ക് ഓരോ ബേസുകളായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മെറ്റീരിയൽസിന്റെ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ ഗ്ലിസറിന്റെ ബേസ് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യിലുള്ള എല്ലാ ബേസും ഒന്ന് കാണിക്കാനായിട്ട് കേട്ടോ. അതാണ് ഞാൻ ഇന്ന് എല്ലാ ബേസും കൊണ്ട് വന്നിട്ടുള്ളത്. പ്രീമിയം ക്വാളിറ്റി ബേസുകൾ മാത്രമാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ബേസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തരാം. നമ്മുടെ ഗ്ലിസറിന്റെ ബേസ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലുള്ള ബേസ് ആണ് പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിന്റെ സോപ്പ് ബേസ് കേട്ടോ. ഇത് കണ്ടോളൂ. അപ്പൊ നമ്മുടെ ഗ്ലിസറിന്റെ ബേസിലാവുമ്പോൾ നമുക്ക് ഏത് സോപ്പ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നമുക്ക് പൗഡർ വെച്ചിട്ട് ചെയ്യാം, എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യാം, ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ എസെൻഷ്യൽ ഓയിൽസ് വെച്ചിട്ട് ചെയ്യാം. എല്ലാം അത് നമ്മുടെ ഗ്ലിസറിന്റെ ബേസിൽ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ വേറെ ബേസുകളൊക്കെ ആകുമ്പോൾ അതിന്റെ കണ്ടന്റ് ഓൾറെഡി അതിൽ ആഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പപ്പായയുടെ സോപ്പിന്റെ ആണെങ്കിൽ പപ്പായ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ ഗ്ലിസറിന്റെ ബേസിന്റെ പ്രത്യേകത ഇതാണ്, എല്ലാ സോപ്പും നമുക്ക് ഇതിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അത് കാരണം കൊണ്ട് എന്റെയും ഫേവറേറ്റ് ബേസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് കേട്ടോ. അത്രയും നല്ലൊരു ബേസ് ആണ്, നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ബേസ് ആണ് കേട്ടോ. പിന്നെ കുറെ പേര് പറയാറുണ്ട് സോപ്പിന് പതയില്ല, കട്ടിയില്ല, ഉറുമ്പ് വരുന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ ക്വാളിറ്റി കുറവിന്റെ ബേസ് ആകുമ്പോൾ നമുക്ക് പത ഉണ്ടാവില്ല, കട്ടി ഉണ്ടാവില്ല. അത് നമുക്ക് റേറ്റ് കുറവിൽ കിട്ടുമെങ്കിലും നമുക്ക് ഇതൊന്നും ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അത് സെയിൽ ചെയ്യുമ്പോഴും ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീമിയം ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ബേസ് വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഈ ബേസിലാണെങ്കിൽ നല്ല പതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറെ നാള് എന്താ പറയാ അലിച്ചൽ കുറവാണ്, കുറെ നാള് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതാണ് നമ്മുടെ ഗ്ലിസറിന്റെ ബേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ഗ്ലിസറിന്റെ ബേസ് ആയതുകൊണ്ട് തന്നെ അതിൽ ഓൾറെഡി ഗ്ലിസറിൻ ആഡ് ആയിട്ടാവും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പൊ ഒരുപാട് ഗ്ലിസറിൻ ആഡ് ചെയ്യുമ്പോൾ ഓയിൽസ് അതൊക്കെ നമ്മൾ ഒരുപാട് ആഡ് ചെയ്യുമ്പോൾ പത ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പൊ നിങ്ങള് കുറച്ച് മാത്രം, ഇപ്പൊ 1 kg ഒരു 5 ml ഉള്ളിലുള്ളത് മാത്രം, ഇപ്പൊ ഒരു 4 ml ഒക്കെ നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. കൂടുതൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പത കുറയുന്നത്. പിന്നെ നമ്മൾ പ്രീമിയം ക്വാളിറ്റി ബേസ് വെച്ച് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഗ്ലിസറിന്റെ അതേപോലെ തന്നെ വൈറ്റ് ബേസ് വരുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ അൾട്രാ വൈറ്റ് ബേസ് ആണ്. ഗ്ലിസറിന്റെ ബേസ് പോലെ തന്നെ വരുന്നതാണ് കേട്ടോ. അത് വൈറ്റ് കളറിലാണ് വരുന്നത് എന്ന് മാത്രം. അതേ കണ്ടന്റ് തന്നെ വരുന്ന ബേസ് ആണ് അൾട്രാ വൈറ്റ്. ഇത് നമുക്ക് വൈറ്റ് കളറിലുള്ള സോപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് കൂടുതൽ നല്ലതാണ് കേട്ടോ. ഇത് നല്ല ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഇത് മിൽക്ക് വൈറ്റ് പോലെ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഗോട്ട് മിൽക്കിന്റെ ബേസും ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സെയിലുള്ള ബേസ് ആണ്. അതുപോലെ തന്നെ ഷിയ ബട്ടർ ബേസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനാണ് എല്ലാവരും കൂടുതൽ മേടിക്കാറുള്ളത് കേട്ടോ. പിന്നെ വരുന്നതാണ് നമ്മുടെ അലോവേരയുടെ ബേസ് കേട്ടോ. അലോവേരയുടെ ബേസിന് നമുക്ക് ലൈറ്റ് ഒരു ഗ്രീൻ കളറാണ് വരുന്നത്. ഇതിൽ നമ്മൾ ഫ്രാഗ്രൻസ് ഓയിലും പിന്നെ നമുക്ക് വൈറ്റമിനി മാത്രം ആഡ് ചെയ്താൽ മതിയാവും. വേണമെങ്കിൽ കുറച്ച് ഗ്ലിസറിനും, വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അലോവേരയുടെ എല്ലാ കണ്ടന്റും അടങ്ങിയിട്ടാണ് നമ്മുടെ അലോവേരയുടെ ബേസ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ പപ്പായയുടെ ബേസ്, ഇത് ഫ്ലേക്സ് ബേസ് ആണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ള ബേസ് ആണ്, നല്ലൊരു ബേസ് ആണ് കേട്ടോ. ഇത് നല്ല ഉറപ്പും അതുപോലെ തന്നെ നല്ല രീതിയിൽ പതയുള്ള ബേസ് ആണ് നമ്മുടെ പപ്പായയുടെ ബേസ്. നമ്മുടെ എല്ലാ ബേസിനും എന്താ പറയാ പദകുറവ് ഉണ്ടാവില്ല, കട്ടി കുറവും ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ബേസിന്റെ പ്രത്യേകത. നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നവർക്ക് നമ്മുടെ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് അറിയാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഹണി സോപ്പ് ബേസ് ആണ് കേട്ടോ വരുന്നത്. ഇത് നമ്മുടെ ഹണിയുടെ ബേസ് ആണ്. ഹണിയുടെ നമുക്ക് ഇതില് വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രാഗ്രൻസ് ഓയില്, വൈറ്റമിനി, വേണമെങ്കിൽ നമുക്ക് ഗ്ലിസറിനും ഏതെങ്കിലും ഒരു ഓയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഹണിയുടെ എല്ലാ കണ്ടന്റും അടങ്ങിയിട്ടുള്ള ബേസ് ആണ്. നെക്സ്റ്റ് നമ്മുടെ ചാർക്കോൾ ബേസ്, ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ബേസ് ആണ് നമ്മുടെ ചാർക്കോൾ ബേസ് കേട്ടോ. പിമ്പിൾസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ചാർക്കോളിന്റെ സോപ്പ് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിൽ നമുക്ക് ഫ്രാഗ്രൻസ് ഓയിലും ഈ പറഞ്ഞ പോലത്തെ ഐറ്റംസ് മാത്രം ആഡ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഒപ്പാക്യൂന്റെ ബേസ് കേട്ടോ. ഒപ്പാക്യൂന്റെ ബേസിൽ നമുക്ക് കോക്കനട്ട് മിൽക്കിന്റെ സോപ്പ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഡോവ് സോപ്പൊക്കെ ഇല്ലേ, അതുപോലത്തെ സോപ്പൊക്കെ നമുക്ക് ഇതിലുണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഡവ് സോപ്പൊക്കെ നമുക്ക് ഈ ബേസിലാണ് വരുന്നത്. അപ്പൊ ഇത്രയും ബേസുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ.
അപ്പൊ ഇതിൽ ഏതെങ്കിലും ബേസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റ് ലൊക്കേഷൻ മോം ക്ലീനിങ് പ്രോഡക്റ്റ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ വരാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ബേസ്, ക്വാളിറ്റി കൂടുതലുള്ള ബേസ് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആവശ്യക്കാർ മാത്രം മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്രാഗ്രൻസ് ഓയിൽസ് നല്ലതുപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് ഓയിൽസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ റബ്ബിംഗ് ആൽക്കഹോള്, ക്ലിൻ ഫിലിം, അതൊക്കെ ഞാൻ മുന്നുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോ കാണുന്നവർ മറ്റേ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിപ്പോയി കണ്ടോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കുറെ പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബേസുകളെ കുറിച്ചിട്ട് പറയുമെന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് അറിയണം വെച്ചെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്കിപ്പോ ഫ്രാഗ്രൻസിന്റെ ആണെങ്കിലൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ബേസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ പേര് സഹിതം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും പരമാവധി മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഫോൺ കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ടൈം വളരെ കുറവാണ്, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.